ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ബാഡ് സ്മെല്ല്, അതായത് സെപ്റ്റിക്കിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ബ്ലോക്ക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എയറിൻ്റെ സിസ്റ്റമൊക്കെ ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ കൊടുക്കുന്ന നമ്മുടെ ഫിറ്റിങ്സിനനുസരിച്ചിട്ട് ചിലപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളും വരാറുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെ ഫിറ്റിങ്സുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ഇതൊരു ബാത്റൂമിൽ നിന്നും, അതായത് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഔട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ 4 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഡോർ എൽബോ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ എൽബോ നമ്മൾ കൊടുത്തു. അതിൽ നിന്നും പിന്നെ വരുന്നത് 45 എൽബോകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാം 45 ആംഗിളിൽ വരുന്ന എൽബോകളും ബെൻഡുമാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ എൽബോ ആദ്യത്തെ നമ്മുടെ ഡോർ എൽബോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ എൽബോകൾ കംപ്ലീറ്റ് ഒഴിവാക്കി 45 ബെൻഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡോർ എൽബോ നമ്മൾ ഇട്ടതിൻ്റെ കാരണം ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. കേട്ടോ, നമ്മൾ ഈ ക്ലോസറ്റിൽ എന്തെങ്കിലും ബ്ലോക്കോ അതുപോലെ തന്നെ ഡ്രൈനേജിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളുണ്ട് വരുന്ന സമയത്ത് നമുക്ക് എവിടെയാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ക്ലോസറ്റിൽ നിന്നാണെന്ന് ഇറങ്ങുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ താഴെയാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ ഡോർ അഴിക്കുക, ഈ ഡോർ നമുക്ക് അഴിക്കാൻ കിട്ടും. ഈ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ക്ലോസറ്റിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നാണോ നമുക്ക് ബ്ലോക്ക് തുടങ്ങുന്നത്, അതെല്ലാം താഴെയാണ് ബ്ലോക്ക് എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലെ ഡോർ എൽബോ ആണ് ഈ കാണുന്നത്. ഈ ഡോർ എൽബോ നമുക്ക് തന്നെ അഴിച്ച് ഊരി മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. അതിനുശേഷം ബ്ലോക്ക് എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു മോട്ടറിൻ്റെ പൈപ്പ് ഡയറക്റ്റായിട്ട് വെച്ച് അതിലേക്ക് വെച്ച് അടിച്ച് കഴിഞ്ഞാലും കുറേയൊക്കെ ബ്ലോക്ക് നമുക്കൊരു 80% ബ്ലോക്കും മാറ്റി കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഡോറ് വെക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അതിൻ്റെ ഗ്രൂവിൽ തന്നെയായിരിക്കണം, അതിൻ്റെ ത്രെഡിൽ തന്നെയായിരിക്കണം വെക്കേണ്ടത്. വെച്ച് അതിൻ്റെ ഉള്ളിലൊരു വാഷ് ഉണ്ട്, അതിൽ നിന്നാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കുളിക്കുന്ന വെള്ളം നമ്മൾ ഇറക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും. കേട്ടോ, ഫസ്റ്റ് തന്നെ ഒരു ടീ ആണ് വന്നിരിക്കുന്നത്. ഈ ടീയിൽ നിന്ന് മുകളിലേക്ക് എയർ കൊടുക്കാൻ ഉദ്ദേശിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാം 45 ബെൻഡുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെൻഡുകളും 45 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ മാത്രമാണ് ടീ വരുന്നത്. നേരെ എയർ പൊക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു എയർ കോൾ കൊടുക്കും. അപ്പോൾ എയർ റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോകുന്നത് എങ്ങനെ താഴേക്ക് ഒഴുകുന്നു അത്രയും തന്നെ അത് പൈപ്പിൽ കിടക്കുന്ന എയർ പുറത്തേക്ക് തള്ളിപ്പോയാൽ മാത്രമേ വളരെ സുഗമമായിട്ട് വെള്ളം ഒഴുകി പോകുള്ളൂ. അപ്പോൾ ആ എയർ ഇവിടെ റിലീസാവും. ഇവിടെ റിലീസായി കഴിഞ്ഞാൽ അത്രയും ഫോഴ്സിൽ വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകും. കാരണം ഓൾറെഡി പൈപ്പിൽ എന്തായാലും കുറച്ച് എയർ ടൈറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫുൾ എയറായിട്ട് കിടക്കുന്നുണ്ടാവും. വെള്ളം അനുസരിച്ചിട്ട് നമ്മൾ പോകുന്നതനുസരിച്ചിട്ട് എയർ പൊങ്ങിപ്പോയാൽ മാത്രമേ വെള്ളം സുഗമമായിട്ട് താഴേക്ക് ഒഴുകി പോകുള്ളൂ. അതല്ലെങ്കിൽ ആ എയർ റിലീസാവുന്നത് ബാത്റൂമിൻ്റെ അകത്ത് ട്രാപ്പിലായിരിക്കും, അല്ലെങ്കിൽ ക്ലോസറ്റിലായിരിക്കും അതിൻ്റെ എയർ റിലീസാവുന്നത്. അപ്പോൾ എയർ മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ എയർ കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ എൽബോകൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. എൽബോകളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 45 ആംഗിളിലല്ല 90 ഡിഗ്രി ആയതുകൊണ്ട് എൽബോകളിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. എയർ റിലീസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ബെൻഡുകൾ ഉപയോഗിക്കാം, ഷോർട്ട് ബെൻഡുകൾ ഉപയോഗിക്കാം. പിന്നെ ഒരു സ്ഥലത്ത് നമുക്ക് നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രമേ നമുക്ക് എൽബോകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഫസ്റ്റ് നമുക്ക് എയർ ഡോർ എൽബോ ആയതുകൊണ്ട് ഡോർ എൽബോയിൽ കൊടുക്കണം മസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ എയറിന് വേണ്ടിയിട്ട് അതുമാത്രം ബ്ലോക്ക് നോക്കാനും വേണ്ടിയിട്ടാണ് ഡോർ എൽബോ നമ്മളവിടെ കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് എല്ലാം തന്നെ വന്നതിന് ശേഷം നമ്മളൊരു എയർ സിസ്റ്റം കൊടുക്കണം. നമ്മൾ എവിടെ നിന്നാണോ ബാത്റൂമിൻ്റെ തുടങ്ങുന്നത്, ഇപ്പോൾ ബാത്റൂമിൻ്റെ കുഴി ഒരു സ്ഥലത്തും അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡുകളിലായിട്ടാണ് ബാത്റൂം ഉള്ളതെങ്കിൽ നമുക്ക് ഒരു എയർ പോരാ, 2 സൈഡിലും സെപ്പറേറ്റ് എയർ കൊടുക്കണം. അല്ലെങ്കിൽ എയർ കംപ്ലീറ്റ് ആ ബാത്റൂമിൻ്റെ ആ പൈപ്പിൽ കിടക്കുന്ന എയർ കംപ്ലീറ്റ് റിലീസാവുന്ന ബാത്റൂമിൻ്റെ അകത്തായിരിക്കും. അങ്ങനെയാണ് കൂടുതലും നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 2 സൈഡുകളിലും, വീടിൻ്റെ 2 സൈഡുകളിലും 2 സൈഡുകളിലുള്ള ബാത്റൂം ആണെങ്കിൽ ആ 2 സൈഡിലും എയർ പൊക്കി മുകളിലേക്ക് കൊടുത്ത്, ഏറ്റവും മുകളിലേക്ക് കൊടുത്ത്, നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ എത്രയും മുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അത്രയും മുകളിലേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അത്രയും എയർ റിലീസായി പോവും. അപ്പോൾ ആ ഒട്ടും തന്നെ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് ഒരിക്കലും തന്നെ വീടിൻ്റെ അകത്തേക്കോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്കോ ഒന്നും തന്നെ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ ഫിറ്റിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽബോകൾ ഉപയോഗിക്കാതിരിക്കുക. എൽബോകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഡോർ എൽബോകൾ, അതിന് ഡോർ ടീ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡോർ വൈ വരുന്നുണ്ട്. വൈ ഒക്കെ ഉപയോഗിക്കാം. വൈ നമുക്ക് നല്ല പ്രൊഡക്ട്സ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വൈ ആംഗിൾ തന്നെ 45 ആംഗിളാണ് വൈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആംഗിൾ നോക്കി അറിയാൻ പറ്റും. 90 ഡിഗ്രി വരുന്നതിനെല്ലാം തന്നെ അത്യാവശ്യം ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്
കൂടുതലാണ്. 90 ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിന് ഉപയോഗിക്കാൻ പ്രശ്നമില്ല, പക്ഷേ വേസ്റ്റ് ലൈനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാൻ പറ്റും. നമുക്ക് 45 ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. 45 ആയതുകൊണ്ട് ആംഗിൾ 45 ആംഗിളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സുഗമമായിട്ട് ഡ്രൈനേജും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് ഒഴുകിപ്പോവും. പിന്നെ വേറൊരു കാര്യമാണ് സ്കൈഫോണിക് ടൈപ്പ് ക്ലോസറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, പുതിയ മോഡൽസ്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്കൈഫോണിക് അതിൻ്റെ എന്ന് വെച്ചാൽ 1 മീറ്റർ പുറത്തേക്ക് ഇറങ്ങി 1 മീറ്റർ ഹൈറ്റിലാണ് എയർ കൊടുക്കേണ്ടത്. എവിടെയാണോ ക്ലോസറ്റ് വയ്ക്കുന്നത് അവിടെ തന്നെ 1 മീറ്റർ ഹൈറ്റിൽ എയർ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ എയർ കംപ്ലീറ്റ് നമ്മുടെ വീടിന് ചുറ്റുമായിരിക്കും റിലീസ് ആവുന്നത്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് വീട്ടിലേക്ക് വരാനും അതുപോലെ തന്നെ മൊത്തം എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് വീഴുന്ന ഏരിയയിൽ നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്കൈഫോണിക് മോഡലുകൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ എയർ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വെള്ളം റിലീസ് ആവാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അതായത് എയർ സക്കിങ് കാര്യങ്ങൾ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രായോഗികമാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ പറഞ്ഞ രീതി തന്നെയാണ് അതിന് ഉദാഹരണമായിട്ട് വരുന്നത്. അതായത് എല്ലാ ക്ലോസറ്റിനും 1 മീറ്റർ നമ്മൾ എവിടെയാണോ ക്ലോസറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ബാത്റൂം അതിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് 1 മീറ്റർ ഹൈറ്റിൽ എയർ കൊടുക്കണം. എല്ലാത്തിനും എയർ കൊടുക്കണം. ആ 1 മീറ്റർ ഹൈറ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ താഴത്തെ നിലയിലാണെങ്കിൽ താഴത്തെ നിലയിൽ പൈപ്പ് ഇറങ്ങുന്ന സ്ഥലത്ത് 1 മീറ്റർ പൊക്കത്തിൽ നമ്മൾ എയർ കൊടുത്തു. സെപ്റ്റിക്കിൻ്റെ എയർ കൊടുത്താൽ സെപ്റ്റിക്കിൽ നിന്നും കുഴിയിൽ നിന്നുള്ള എയർ റിലീസ് ആവുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയായിരിക്കും. അതായത് മുകളിലേക്ക് പോകേണ്ട എയർ ഏറ്റവും മുകളിലേക്ക് ഉയർത്തി കളയേണ്ട എയർ ഏറ്റവും താഴെ റിലീസ് ആവുന്നു. അപ്പോൾ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് നമ്മുടെ വീടിൻ്റെ ഏരിയയിൽ ഉണ്ടാവാനുള്ള വലിയൊരു കാരണം ഇത് തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ക്ലോസറ്റ് ഉപയോഗിച്ചാൽ അത്രയും എയർ കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുകയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. സ്കൈഫോണിക്കൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്രാക്ടിക്കൽ ആണോ എന്ന് അന്വേഷിച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഊരാൻ പറ്റുന്ന മെറ്റീരിയൽസ്, അതായത് നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മാൻഹോളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ് ഡ്രൈനേജ് സിസ്റ്റത്തിൽ ഏറ്റവും നല്ലത്. എവിടെയാണെന്ന് ബ്ലോക്ക് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലഗ് എന്ന് കാര്യം കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതല്ല നമുക്ക് എങ്ങും തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ പ്ലംബിങ് കാര്യങ്ങൾ 4-ൻ്റെയും അതിന് ഡ്രൈനേജ് കിടക്കുന്നതെങ്കിൽ വലിയ റിസ്ക് ആയിരിക്കും സംഭവിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ലൈക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു 500 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണമെന്ന് ചെറിയൊരു അഭ്യർത്ഥനയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.